ഹലോ ഫ്രണ്ട്സ്, ഇപ്പം മണ്ഡലകാലമാണല്ലോ. അപ്പം മാലയിട്ടവരൊക്കെ വെജിറ്റേറിയൻ ഫുഡായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അപ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വെജിറ്റേറിയൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചീമച്ചക്കയാണ്. പത്തനംതിട്ടയിൽ ഇതിന് ചീമച്ചക്ക എന്നാട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതുണ്ടാക്കാനായിട്ട് ഒരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം കടുക് പൊട്ടിക്കുന്നുണ്ട്. ശേഷം നമ്മൾ തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പച്ചമുളകും ചെറുള്ളിയും ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെറുള്ളി ഒരു 10-15 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു ഇടത്തരം വലുപ്പത്തിലാട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഉപ്പും ഞാൻ ചേർത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങും. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ചീമച്ചക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒരു വിസിലാട്ടോ ഞാൻ കൊടുത്തത്. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതിനകത്തോട്ട് കുറച്ച് കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ കോക്കനട്ട് ക്രീം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് കോക്കനട്ട് ക്രീം ആയിരുന്നതുകൊണ്ട് ഞാൻ അതാട്ടോ ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ചാറ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ചാറ് പോലെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാ കുക്കിംഗ് വീഡിയോസിലും പറയുന്നത് പോലെ ഇത് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ അടിപൊളിയാണ് കേട്ടോ.